ചെറുകുടലിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം? ഡുവോഡിനം, ജിജിനം, ഈലിയം. ചെറുകുടലിലെ ആഗിരണ ഭാഗങ്ങൾ ഏത്? വില്ലസ്. ആഗിരണ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതും ഏതാണ്? വില്ലസ്. വില്ലസിലെ ലാസിക നാളിയിലൂടെ ആഗിരണം ചെയ്യുന്നവ എന്തൊക്കെയാണ്? ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളും. വില്ലസിലെ ലോമിക ജാലത്തിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്നവ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും അമിനോ ആസിഡും. കരൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രസമാണ്? പിത്തരസം. ബൈലിലെ വർണ്ണകണങ്ങൾ ഏതൊക്കെ? ബിലിറൂബിൻ, ബിലിബെറിഡിൻ. ബൈൽ ലവണങ്ങൾ ഏതൊക്കെ? സോഡിയം ഗ്ലൈക്കോകോളേറ്റ്, സോഡിയം ഡാറോകോളേറ്റ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രവർത്തനത്തെ എന്തു പറയുന്നു? എമൾസിഫിക്കേഷൻ. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ആഗ്നേയരസം. ആഗ്നേയരസത്തിലെ രാസാഗ്നികൾ ഏതൊക്കെ? ട്രിപ്സിൻ അമിലേസ്, ലിപ്പേസ്. രാസാഗ്നികളില്ലാത്ത ദഹനരസം ഏതാണ്? ബൈൽ. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസത്തെ എന്ത് എന്നറിയപ്പെടുന്നു? ആന്ത്രരസം. പെപ്സിൻ ദഹിപ്പിക്കാത്ത പ്രോട്ടീൻ ഏതാണ്? കെരാറ്റിൻ. ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ഏതാണ്? സെല്ലുലോസ്. കാർബോഹൈഡ്രേറ്റ് സംഭരണ രൂപത്തെ എന്തു പറയുന്നു? ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എവിടെയാണ് സംഭരിക്കുന്നത്? കരളിൽ. വൻകുടലിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം? സീക്കം, കൊളോൺ, റെക്ടം. ജലാകിരണം പ്രധാനമായും നടക്കുന്നത് എവിടെയാണ്? വൻകുടലിൽ. സീക്കത്തിൽ വിരല് പോലെ തള്ളി നിൽക്കുന്ന ഭാഗം ഏതാണ്? വെർമിഫോം അപ്പൻഡിക്സ്. ആഗ്നേയ ഗ്രന്ഥിയുടെ ഭാരം എത്ര? ഏകദേശം 60 ഗ്രാം. കരളിന്റെ ഭാരം എത്ര? ഏകദേശം 1.5 കിലോഗ്രാം. അന്തസ്രാവി ബഹിസ്രാവി ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. ദ്രാവക രൂപത്തിലുള്ള കല ഏതാണ്? രക്തം. രക്തത്തിലെ ദ്രാവക ഭാഗത്തെ എന്തെന്നറിയപ്പെടുന്നു? പ്ലാസ്മ. പ്ലാസ്മയുടെ ഘടകങ്ങൾ ഏതെല്ലാം? 92% ജലവും 8% ഖരവസ്തുക്കളും. പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ ഏതൊക്കെ? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് ഏതാണ്? പ്ലീഹ അഥവാ സ്പ്ലീൻ. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? രക്തത്തിനെ. രക്തത്തിലെ pH മൂല്യം എത്രയാണ്? 7.4. രക്തത്തിലെ വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ സ്ഥിതി ചെയ്യുന്ന കോശം ഏതാണ്? RBC, അതായത് ചുവന്ന രക്താണുക്കൾ. രക്തകോശങ്ങളെ എത്രയായി തിരിക്കാം? 2ആയി. RBC, WC. നിറമില്ലാത്ത ദ്രാവക യോജകകല ഏതാണ്? ലിംഫ് അഥവാ ലസിക. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ ആരാണ്? ലിംഫ്. രക്തത്തിലെ ആന്റി കൊയാഗുലന്റ് ഏതാണ്? ഹെപ്പാരിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്താണുക്കൾ ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. രക്തക്കട്ടയിൽ നിന്നൂറി വരുന്ന ദ്രാവകം ഏതാണ്? സിറം. RBCയുടെ ശരാശരി ആയുസ് എത്രയാണ്? 120 ദിവസം. മൃതമാക്കപ്പെട്ട RBC ശിഥിലീകരിക്കുന്നത് എവിടെ വെച്ചാണ്? കരളിലും പ്ലീഹയിലും. RBC ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. WBC ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജ, ലിംഫ് ഗ്രന്ഥി, സ്പ്ലീനിൻ എന്നിവയിൽ വെച്ച്. പ്ലേറ്റ്ലെറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ്. ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്ര? 5 മുതൽ 6 ലിറ്റർ വരെ. രക്തം കട്ടപിടിക്കാനെടുക്കുന്ന സമയം 3 മുതൽ 6 മിനിറ്റ് വരെ. വിവിധ തരം ശ്വേത രക്താണുക്കൾ ഏതെല്ലാം? ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, ബെസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. WBCയുടെ പരമാവധി ആയുസ് എത്ര ദിവസമാണ്? 15 ദിവസം. പ്രധാന പോഷക ഘടകങ്ങൾ ഏതെല്ലാം? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, വൈറ്റമിൻ, ധാതുക്കൾ. മനുഷ്യ ശരീരത്തിലെ രാസശാല ഏതാണ്? കരൾ. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. വായുടെ മേൽത്തട്ടിനെ എന്തെന്നറിയപ്പെടുന്നു? പാലറ്റ്. എത്ര ഉമിനീർ ഗ്രന്ഥികൾ ഉണ്ട്? 3 ജോഡി. പരോട്ടിഡ്, സബ് മാക്സിലറി, സബ്ലിംഗൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്?
ഡെന്റൽ. ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം ഏതാണ്? ഇനാമൽ. പല്ലിനുള്ളിലെ അറയെ എന്തെന്നറിയപ്പെടുന്നു? പൾപ്പ് ക്യാവിറ്റി. പല്ലിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? കാൽസ്യം, ഫോസ്ഫറസ്. ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഫ്ലോറിൻ. താടിയെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗം ഏതാണ്? ദന്തമൂലം അഥവാ റൂട്ട്. മോണയ്ക്ക് പുറത്തുള്ള പല്ലിന്റെ ഭാഗം ഏതാണ്? ദന്തമകുടം അഥവാ ക്രൗൺ. പല്ലിൽ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? പൾപ്പ് ക്യാവിറ്റി. ഉമിനീരിലെ രാസാഗ്നിയുടെ പേരെന്ത്? സലൈവറി അമലേസ്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിന്റെ അളവ് എത്രയാണ്? 1.5 ലിറ്റർ. ഉമിനീരിന്റെ ഗുണം ഏതാണ്? ബേസിക് അഥവാ ക്ഷാരഗുണം. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ സ്ഥലം ഏതാണ്? ഗ്രസനി. ആഹാരം നാസാഗഹ്വരത്തിലേക്ക് കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗം ഏതാണ്? ഉണ്ണാക്ക് അഥവാ യുവൂല. അന്നകൂല്യയുടെ ഏകദേശ നീളം എത്ര? 9 മീറ്റർ. ചെറുകുടലിന്റെ ഏകദേശ നീളം എത്ര? 7 മീറ്റർ. ഗ്രസനിയെയും ആമാശയത്തെയും ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? അന്നനാളം. അന്നനാളത്തിന്റെ തരംഗരൂപത്തിലുള്ള ചലനത്തെ എന്തെന്നറിയപ്പെടുന്നു? പെരിസ്റ്റാൾസിസ്. ആമാശയരസത്തിലെ ആസിഡ് ഏതാണ്? HCl, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയരസത്തിലെ രാസാഗ്നികൾ ഏതൊക്കെയാണ്? പെപ്സിൻ, ലിപ്പേസ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്ന ആമാശയരസത്തിലെ രാസാഗ്നി ഏതാണ്? പെപ്സിൻ. ആമാശയത്തിന്റെ ഉൾഭിത്തിയിലെ പരുവരുത്ത പ്രതലം ഏതാണ്? റൂഗെ. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണം എന്തു പറയുന്നു? കൈം. കൈമിന്റെ pH മൂല്യം എത്ര? 2. ചെറുകുടലിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം?